നീറ്റ് കഴിഞ്ഞ് കുട്ടികളെല്ലാം റിസൾട്ടും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വളരെയധികം കുട്ടികൾക്ക് വളരെ ടഫായിരുന്നു, സാധ്യത കുറവാണ് എന്ന ഒരു അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ് എന്ന നിരാശയിലായിരിക്കും. എന്നാൽ ഈ ഫീൽഡിനെ പറ്റി നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറാകാൻ സാധിക്കുമോ? സാധാരണഗതിയിൽ സാധിക്കുകയില്ല എന്ന് തന്നെയായിരിക്കും എല്ലാവരും ചിന്തിക്കുക. പൊതുവെ അങ്ങനെയായിരിക്കും ചിന്തിക്കുക. അതിലാരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായി വരുന്ന അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ എല്ലാ കോഴ്സുകളും ആ കോഴ്സുകൾക്ക് ക്ലാസ് എടുക്കുന്നവർ, അതിൻ്റെ പ്രൊഫസേഴ്സ് എല്ലാവരും നീറ്റ് എഴുതി MBBS MD എടുത്തവരാകണം എന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് ചില കോർ സബ്ജക്റ്റുകൾ എടുക്കാൻ തീർച്ചയായും MBBS MD വീണ്ടും അതിൽ തന്നെ റിസർച്ച് ഒക്കെ കഴിഞ്ഞവരായിരിക്കും ഉണ്ടാകുക. എന്നാൽ വേറെ ഒരു വിഭാഗം ഇതേ നീറ്റ് എഴുതി MBBS MD കഴിഞ്ഞ് വന്നവരാകണമെന്നില്ല. അല്ലാതെയും പ്രൊഫസർഷിപ്പിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല, സാധാരണ MBBS സബ്ജക്റ്റുകൾ മാത്രമല്ല മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകാറ്. പാരാമെഡിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ പല കോളേജുകളിലും കാണാൻ സാധിക്കും. ഓഡിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രൊഫസറായി വരണമെങ്കിൽ പ്രധാനമായും ഉണ്ടാകേണ്ട കപ്പാസിറ്റി എന്ന് പറയുന്നത് റിസർച്ചിലുള്ള കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് BSc MSc PhD ചെയ്തുകൊണ്ട് റിസർച്ചിൽ കപ്പാസിറ്റി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ പ്രൊമിനൻ്റ് ആയ യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ, അതുപോലെ IITകളിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുകളിൽ, ഇതുപോലെ തന്നെ വിദേശത്തെ മെഡിക്കൽ സർവകലാശാലകളിലൊക്കെ PhD ചെയ്യാൻ സാധിച്ചാൽ, ഇവിടെ നിന്നും BScയും MScയും ചെയ്ത് പിന്നീട് PhD ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രൊമിനൻ്റ് ആയ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD ചെയ്യാൻ സാധിച്ചാൽ അവർക്കും മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായി ജോയിൻ ചെയ്യാൻ സാധിക്കും. ചില ഏരിയകളിൽ അവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നീറ്റ് വഴി മാത്രമേ മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറാകാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണമായും ശരിയല്ല. മറിച്ച് വലിയൊരു കാറ്റഗറി അങ്ങനെ തന്നെയാണ് വരുന്നത്. എങ്കിലും വേറൊരു കാറ്റഗറി BSc MSc PhD ചിലർ പോസ്റ്റ് ഡോക്ടറൽ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവും. മറ്റു ചിലരാകട്ടെ ധാരാളം പേപ്പേഴ്സ്, സെമിനാർ പേപ്പേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ടാവും. വേറെ ചിലർ ധാരാളം റിസർച്ച് പേപ്പേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ടാവും. ഈ രൂപത്തിൽ റിസർച്ച് കപ്പാസിറ്റി പ്രൂവ് ചെയ്തവർക്കും മെഡിക്കൽ കോളേജിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രൊഫസറായി ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നീറ്റിന് അഡ്മിഷൻ കിട്ടാതെ പോയ, എന്നാൽ ബയോളജിയിലും ലൈഫ് സയൻസിലും കപ്പാസിറ്റിയുള്ള, കോമ്പീറ്റൻസിയുള്ള, റിസർച്ച് മൈൻഡുള്ള കുട്ടികൾക്ക് തീർച്ചയായും നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മാർഗത്തിലൂടെ BSc MSc PhD ചെയ്തുകൊണ്ട് റിസർച്ചിലുള്ള നിങ്ങളുടെ കപ്പാസിറ്റി പ്രൂവ് ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പ്രൊഫസറായി പോലും ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള കോഴ്സുകളാണ് അതിന് എടുക്കേണ്ടത്, മെഡിക്കൽ കോളേജുകളിൽ ഈ ഫാക്കൽറ്റികൾ ആകാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ടി, അല്ലെങ്കിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആകാൻ വേണ്ടി ഒക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഏതെല്ലാം സബ്ജക്റ്റുകളാണ്, അതുമായി ബന്ധപ്പെട്ട റിലവൻ്റ് ആയ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെ സെമിനാറുകളിലാണ്, ഏതൊക്കെ ടോപ്പിക്കുകളിലാണ് പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഏതെല്ലാം റിസർച്ച് പേപ്പേഴ്സാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് റിസർച്ച് കപ്പാസിറ്റി പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത്തരം മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലെയും വിദേശത്തെയും പ്രൊമിനൻ്റ് ആയ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുക, എങ്ങനെയാണ് പ്രത്യേകിച്ചും സ്കോളർഷിപ്പോടെ അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുക, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ, കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാം. താങ്ക് യു.